വെൽക്കം ടു infoscienceaducation. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ് ഗേറ്റിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷനുമാണ്. ആൻഡ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു ബേസിക് ലോജിക് ഗേറ്റ്സ് ആണ്. രണ്ട് ഇൻപുട്സും ഹൈ ആകുമ്പോൾ മാത്രമാണ് ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. എങ്ങനെയാണ് ഈ ഒരു ആൻഡ് ഗേറ്റ് നമുക്ക് ഡയോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ ട്രൂത്ത് ടേബിൾ വെരിഫൈ ചെയ്യുന്നതുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമേ തന്നെ ഈ ഒരു എക്സ്പെരിമെൻ്റ് എയിം നോക്കാം. എയിം ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് ടു വെരിഫൈ ദ ട്രൂത്ത് ടേബിൾ ഓഫ് ആൻഡ് ഗേറ്റ് യൂസിങ് ഡയോഡ്സ്. രണ്ട് ഡയോഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷൻ നടത്തുന്നത്. അടുത്തതായിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ അപ്പാരറ്റസ് റിക്വയർഡ് നോക്കാം. ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് ഡയോഡ്സ് വേണം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1N4001 എന്ന് പറയുന്ന ഡയോഡാണ്. ദെൻ എ 5K റെസിസ്റ്റർ, എ 5 വോൾട്ട് DC സോഴ്സ് ആൻഡ് ഓൾട്ടിമീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ടാപ്പ് കീസ് എക്സെട്ര. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള അപ്പാരറ്റസ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ തിയറി നോക്കാം. എ ഗേറ്റ് സർക്യൂട്ട് വിച്ച് പ്രൊവൈഡ്സ് ആൻ ഔട്ട്പുട്ട് വെൻ ഓൾ ദ ഇൻപുട്സ് ആർ സൈമിൾട്ടേനിയസ്ലി അപ്ലൈഡ് ഈസ് നോൺ ആസ് ആൻ ആൻഡ് ഗേറ്റ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് ഇൻപുട്സും ഓൺ ആവുന്ന കണ്ടീഷനിൽ മാത്രം ഔട്ട്പുട്ട്സ് തരുന്ന ഗേറ്റിനെയാണ് നമ്മൾ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു ബേസിക് ലോജിക് ഗേറ്റ് ആണ്. ലോജിക് ഗേറ്റ്സ് എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തൊട്ടുമുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ പ്രൊസീജിയർ പാർട്ടിലോട്ട് പോകാം. ഈ സർക്യൂട്ടിൽ കാണിച്ചിട്ടുള്ള അനുസരിച്ചാണ് നമ്മൾ ആൻഡ് ഗേറ്റിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. രണ്ട് ഡയോഡ്സും ഒരു 5Kയുടെ റെസിസ്റ്ററുമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു ഡയോഡിൻ്റെ D1 ഡയോഡ്സിൻ്റെയും D2 ഡയോഡിൻ്റെയും രണ്ട് കാഥോഡ് പാർട്ടും ഒരേ ജംഗ്ഷനിലോട്ട് നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുന്നത്. ഫസ്റ്റ് നമുക്ക് D1 ഡയോഡ് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ D1 ഡയോഡിൻ്റെ ഒരു പാർട്ട് സോൾഡർ ചെയ്തു. ഇനി അടുത്തതായിട്ട് അതിൻ്റെ ഒരു എൻഡ്, അതായത് ആനോഡ് പാർട്ടിനെ സോൾഡറിങ് ബോർഡിൽ അല്ലെങ്കിൽ സ്ട്രിപ്പർ കൊണ്ട് ഏതെങ്കിലും ഒരു ഫ്രീ എൻഡിലോട്ട് സോൾഡർ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ D1 എന്നൊരു ഡയോഡ് സോൾഡർ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് D2 ഡയോഡാണ്. D2 ഡയോഡിനെയും ഇതേ ടെർമിനലിലോട്ട് തന്നെ, അതായത് നമ്മൾ D1 ഡയോഡിൻ്റെ കാഥോഡ് കണക്ട് ചെയ്ത അതേ പാർട്ടിലോട്ട് തന്നെ D2 ഡയോഡിൻ്റെയും കാഥോഡിനെ സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം ഈ D2 ഡയോഡിൻ്റെ ഒരു എൻഡ്, അതായത് ആനോഡ് പാർട്ട് ഏതെങ്കിലും ഒരു ഫ്രീ എൻഡിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഈ ആനോഡ് പാർട്ടിലോട്ടാണ് നമ്മൾ ഇൻപുട്സ് കൊടുക്കുന്നത്, അതായത് 0ഉം 1ഉം എന്ന് പറയുന്ന ബൈനറി നമ്പേഴ്സ് നമ്മൾ ഇതുവഴിയാണ് ഇൻപുട്സ് ആയിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് കണക്ഷൻ വരുന്നത് ഒരു 5 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് പ്ലസ് VCCക്കും അതുപോലെ തന്നെ നമ്മൾ ഈ കാഥോഡ് ജംഗ്ഷൻ കണക്ട് ചെയ്തില്ലേ ആ ഒരു ടെർമിനൽസിനും എക്രോസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ബിറ്റ്വീനായിട്ടാണ് ഈ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. റെസിസ്റ്റർ ഒരു എൻഡ് നമ്മളൊരു കാഥോഡ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തു, ഒരു ഡയോഡിൻ്റെ. ദെൻ അതിൻ്റെ മറ്റൊരു എൻഡ് ഫ്രീ ആയിട്ട് കണക്ട് ചെയ്യുക. അവിടെ നമ്മൾ പ്ലസ് VCCയുടെ വയറും സോൾഡർ ചെയ്ത് വയ്ക്കുന്നത്. ഈ ഒരു ടെർമിനലിലോട്ടാണ് നമ്മളിപ്പോൾ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്ത് കൊടുത്തത്, അതായത് പ്ലസ് VCCക്കും ഇൻ ബിറ്റ്വീൻ പ്ലസ് VCC ആൻഡ് ഡയോഡ്സ് നമ്മളിപ്പോൾ ഒരു റെസിസ്റ്റർ സോൾഡർ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കാണിച്ചിട്ടുള്ള ഈ ഒരു റെഡ് വയർ ഈ ഒരു റെസിസ്റ്ററിൻ്റെ തൊട്ട് മുന്നേ സോൾഡർ ചെയ്യുക. ഇതാണ് നമ്മൾ എലിമിനേറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്ലസ് VCCയുടെ വയർ. ദെൻ നെക്സ്റ്റ് കേസിൽ അടുത്തതായിട്ട് സോൾഡർ ചെയ്യേണ്ടത് ഗ്രൗണ്ട് ടെർമിനൽ വയറാണ്. ഗ്രൗണ്ട് ടെർമിനൽ വയർ ഏതെങ്കിലും ഒരു ഫ്രീ എൻഡിലോട്ട് സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കുക. സർക്യൂട്ടിലുള്ള അനുസരിച്ച് ഗ്രൗണ്ട് ടെർമിനൽ ഇൻപുട്സ് ആയിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഗ്രൗണ്ട് ടെർമിനലിനും ഈ ഒരു ജംഗ്ഷൻ, അതായത് ഈ ഡയോഡ്സിൻ്റെ രണ്ട് കാഥോഡ് പാർട്ടും ജോയിൻ ചെയ്ത് ആ ഒരു ജംഗ്ഷൻ എക്രോസ് ആയിട്ടാണ് നമ്മൾ ഓൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ പ്ലസ് VCCയുടെയും അതുപോലെ നെഗറ്റീവ് ഗ്രൗണ്ട് ടെർമിനലിൻ്റെയും കണക്ഷൻസ് ആയി. ഇനി അടുത്തായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഈ രണ്ട് ഡയോഡ്സിലോട്ടും ഓരോ വയേഴ്സ് സോൾഡർ ചെയ്ത് കൊടുക്കുക. ആ വയേഴ്സാണ് നമ്മളിപ്പോൾ ഇവിടെ A എന്നും B എന്നും കാണിച്ചിട്ടുള്ള ടെർമിനൽ. ഫസ്റ്റ് ഡയോഡ്സിലോട്ട് നമ്മൾ ഒരു യെല്ലോ വയർ ഇവിടെ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. D1 എന്ന ഡയോഡിലോട്ട് യെല്ലോ വയർ. ദെൻ D2 എന്ന ഡയോഡിലോട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ വയർ സോൾഡർ ചെയ്ത് കൊടുക്കുന്നു. ഇത് രണ്ട് ടെർമിനൽസാണ്. ഇപ്പോൾ A എന്ന് പറയുന്ന ടെർമിനലും B എന്ന് പറയുന്ന ടെർമിനലും സർക്യൂട്ടിൽ കാണിച്ചിട്ടുള്ളതനുസരിച്ചാണ് സോൾഡർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് കൊടുക്കാനുള്ളത് രണ്ട് ഇൻപുട്സ് കൊടുക്കാൻ വേണ്ടിയുള്ള വയേഴ്സാണ്. ഇൻപുട്സ് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ്, അതായത് ലോജിക് ഇൻപുട്ടായ 1 എന്ന് പറയുന്നത് കൊടുക്കുന്നത് 5 വോൾട്ടാണ്. ആ വോൾട്ടേജ് നമ്മൾ എലിമിനേറ്ററിൽ നിന്ന് വരുന്ന അതേ കണക്ഷൻ തന്നെയാണ് എടുക്കുന്നത്. അതിനുവേണ്ടി എലിമിനേറ്ററിൽ നിന്ന് ആ ഒരു കണക്ഷനിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ലോജിക് ഇൻപുട്ടായ 1 അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടി ഒരു വയർ എലിമിനേറ്ററിൽ നിന്ന് വരുന്ന ആ കണക്ഷനിൽ നിന്ന് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഗ്രൗണ്ടിൽ നിന്ന് എടുക്കേണ്ട കണക്ഷനാണ്. groundil ninnu varuna connection edukkan vendi groundil ninnum oru wire solder cheyidu kodukka.
ഇതിനെയാണ് നമ്മൾ ലോജിക് ഇൻപുട്ടായി 0 ആയിട്ട് കൊടുക്കുന്നത്. ഗ്രൗണ്ട് ടെർമിനലിൽ നിന്ന് 0 കണക്ഷനാണ് കൊടുക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മളിപ്പോൾ ഗ്രൗണ്ട് ടെർമിനലിലോട്ട് ഒരു വയർ കൂടി സോൾഡർ ചെയ്ത് കൊടുത്തു. സോ ഇപ്പോൾ നമ്മുടെ സോൾഡറിങ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഇനി അടുത്തായി നമുക്ക് ചെയ്യാനുള്ളത് എലിമിനേറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. സോ പ്ലസ് VCC നമ്മൾ കൊടുത്ത ഈ ഒരു റെഡ് വയറാണ്. ഈ റെഡ് വയർ ബാറ്ററി എലിമിനേറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് ബാറ്ററി എലിമിനേറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ. ഈ ഒരു റെഡ് വയർ അതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു വൈറ്റ് വയർ ബാറ്ററി എലിമിനേറ്ററിൻ്റെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ കൺസ്ട്രക്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ട്രൂത്ത് ടേബിളിൻ്റെ വെരിഫിക്കേഷൻ അതിൽ ചെയ്യാനുള്ളത്. ട്രൂത്ത് ടേബിൾ കൊടുത്തിട്ടുള്ള ഓരോ ഇൻപുട്സ് കൊടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട്സ് മെഷർ ചെയ്യുക. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ യെല്ലോ വയർ കാണിച്ചിട്ടുള്ള A എന്ന് പറയുന്ന ടെർമിനലും അതുപോലെ തന്നെ ഗ്രീൻ വയർ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ B എന്ന് പറയുന്ന ടെർമിനൽസുമാണ്. സോ പവർ സപ്ലൈ എന്ന് വരുന്ന അല്ലെങ്കിൽ ഒരു എലിമിനേറ്ററിൽ നിന്ന് വരുന്ന ഈ ഒരു പ്ലസ് VCC ആണ് നമ്മൾ ബൈനറി 1 ആയിട്ട് കൊടുക്കുന്നത്. ദെൻ ഈ ഒരു ഗ്രൗണ്ട് ടെർമിനലിനാണ് നമ്മൾ ബൈനറി 0 ആയിട്ടും അപ്ലൈ ചെയ്യുന്നത്. സോ ഒരു ട്രൂത്ത് ടേബിളിൽ ഫസ്റ്റ് നമുക്ക് എയും ബിയും എന്ന് പറയുന്ന ഇൻപുട്സും ലോ ആയിട്ടാണ് കൊടുക്കേണ്ടത്. സോ രണ്ട് ഇൻപുട്സിനെ ഒന്നിച്ച് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്രൗണ്ട് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എയും ബിയും നമുക്കിപ്പോൾ 0 ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നമ്മൾ എയും ബിയും 0 ആയിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കിപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് മെഷർ ചെയ്ത് നോക്കാം. സോ ഇതിൽ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ഗ്രൗണ്ട് ടെർമിനൽസിനും അതേപോലെ തന്നെ ഈ ഒരു ഡയോഡ് ജംഗ്ഷൻസിൽ, അതായത് നമ്മളിപ്പോൾ കാഥോഡായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ജംഗ്ഷൻ എക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഏകദേശം ഒരു 0 അടുപ്പിച്ചാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ ഒരു മൾട്ടിമീറ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ അറൗണ്ട് 0.46 ആണ് കിട്ടുന്നത്. നമുക്ക് 0 ആയിട്ട് അസ്യൂം ചെയ്യാം. സോ ഔട്ട്പുട്ട് നമുക്കിപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എയും ബിയും 0 ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് അറൗണ്ട് 0.47 എന്ന് എഴുതുക. ദെൻ ഇനി അടുത്ത കേസിലോട്ട് പോകാം. സോ നെക്സ്റ്റ് കേസിൽ എ എന്ന് പറയുന്ന ഇൻപുട്ട് ഹൈയും ബി എന്ന് പറയുന്ന ഇൻപുട്ട് ലോയുമാണ്. സോ അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനെ മാറ്റി കൊടുക്കുക. ഒരു ഗ്രീൻ വയർ, അതായത് ബി എന്ന് പറയുന്ന ടെർമിനൽ ഇപ്പോൾ ലോയാണ്. സോ ബി നമ്മളിപ്പോൾ ഗ്രൗണ്ട് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ എയെ ഹൈ ആക്കി കൊടുക്കുക. സോ എ ഇപ്പോൾ നമുക്ക് 1 ആയിട്ട് അസ്യൂം ചെയ്യാം. ഇപ്പോൾ എ ഹൈയും ബി ലോയുമാണ്. അതിനുശേഷം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് മെഷർ ചെയ്യുക. സോ ഈ ഒരു കേസിൽ നമുക്കിപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നത് 0.5 വോൾട്ട് എന്നാണ് കിട്ടുന്നത്. സോ ഇതും ഏകദേശം 0 തന്നെയാണ്. സോ ആ ഒരു കേസിലും എ എന്ന് പറയുന്ന ഇൻപുട്ട് 5 വോൾട്ടും ബി എന്ന് പറയുന്ന ഇൻപുട്ട് 0യുമാണ്. ദെൻ ഔട്ട്പുട്ട് ഇപ്പോഴും 0 തന്നെയാണ്, അല്ലെങ്കിൽ 0.5 എന്ന് നോട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ തേർഡ് കേസ് നോക്കുക. സോ തേർഡ് കേസിൽ ബി എന്ന് പറയുന്ന ഇൻപുട്ട് ഹൈയും ദെൻ എ എന്ന് പറയുന്ന ഇൻപുട്ട് ലോയുമാണ്. സോ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് എ എന്ന് പറയുന്ന ഇൻപുട്ട് ലോ ആക്കി കൊടുക്കുകയാണ്. സോ എ എന്ന് പറയുന്ന ഇൻപുട്ട് ഈ ഒരു യെല്ലോ ഇൻപുട്ടാണ്. അത് നമ്മൾ ഗ്രൗണ്ട് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ ബി എന്ന് പറയുന്ന ഇൻപുട്ട് ഈ ഒരു ഗ്രീൻ വയർ ഹൈ ആക്കി കൊടുക്കുകയാണ്. സോ ഇതാണിപ്പോൾ നമുക്ക് തേർഡ് കേസ് വരുന്നത്. സോ എ എന്ന് പറയുന്ന ഇൻപുട്ട് ലോയും ബി എന്ന് പറയുന്ന ഇൻപുട്ട് ഹൈയുമാണ്. അതിനുശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന് മെഷർ ചെയ്ത് നോക്കുക. ഇപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 0.5 വോൾട്ട് എന്ന് തന്നെയാണ്, അറൗണ്ട് 0 തന്നെയാണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ അവിടെ 0.5 എന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. സോ തേർഡ് കേസിൽ എ എന്ന് പറയുന്ന ഇൻപുട്ട് 0യും ബി എന്ന് പറയുന്ന ഇൻപുട്ട് 5 വോൾട്ടും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു 0.5 വോൾട്ട്. ഇത് നമുക്ക് ഫൈനൽ കേസാണ്. ഫൈനൽ കേസിലാണ് ഒരു ലോജിക് ആൻഡ് ഗേറ്റ് എപ്പോഴും ഓൺ ആയിട്ടില്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ഫൈനൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ട്രൂത്ത് ടേബിൾ അനുസരിച്ച് 1 ആയിരുന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ എ എന്ന് പറയുന്ന ഇൻപുട്ടും ബി എന്ന് പറയുന്ന ഇൻപുട്ടും ഹൈ തന്നെയാണ്. സോ അത്തരത്തിൽ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഇൻപുട്ടും ബി എന്ന് പറയുന്ന ഇൻപുട്ടും ഹൈ ആക്കി കൊടുക്കുകയാണ്. സോ ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഇൻപുട്ടും ബി എന്ന് പറയുന്ന ഇൻപുട്ടും ഹൈ ആക്കി കൊടുത്തു. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് മെഷർ ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ടെർമിനലിലും കാഥോഡിനും അക്രോസിനും ഔട്ട്പുട്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.07 വോൾട്ട് എന്നാണ് കിട്ടുന്നത്. സോ ഇത് തന്നെയാണ് ഈ ഒരു ട്രൂത്ത് ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. ഒരു ആൻഡ് ഗേറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഇൻപുട്സും, അതായത് എയും ബിയും ഹൈ ആകുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ടും ഹൈ ആവുന്നത്. സോ ഒരു ആൻഡ് ഗേറ്റിൻ്റെ കേസിൽ നമുക്ക് ഇത്രയുമാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ രണ്ട് ഡയോഡ്സ് ഉപയോഗിച്ച് ഒരു ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുക. അതിനുശേഷം
ട്രൂത്ത് ടേബിൾ കൊടുത്തിട്ടുള്ള ഇൻപുട്ട്സ്, അതായത് ബൈനറി 0 0 1 0 0 1 1 1, ഇത്രയും ഇൻപുട്ട്സ് കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് മെഷർ ചെയ്ത് ടേബിൾ കോളത്തിൽ നോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ആൻഡ് ഗേറ്റിൻ്റെ കേസിൽ 2 ഇൻപുട്ട്സും ഹൈ ആകുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട്സ് ഹൈ ആകുന്നത്. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട്സ് ലോ ആയിരിക്കും. സോ ഈ ഒരു വീഡിയോ മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.